സാറേ, ബീഹാറിൽ നിന്നുള്ള 6 MLA മാർ കൂടി ഇപ്പോൾ പാർട്ടി വിടുന്നു. അങ്ങനെ പാർട്ടി വിട്ടാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇനി അവിടെ MLA ഇല്ലെന്നാണ്. അപ്പോൾ BJPയുടെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന നീക്കത്തിന് ബീഹാറിൽ നിന്നുകൂടി വലിയ പിന്തുണ കിട്ടുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതെ, ഈ 6 കോൺഗ്രസ് MLA മാരും JDUവിൽ ആണ് ചേരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ JDUവിന്റെ MLA മാര് BJPയുടേതിനേക്കാൾ കൂടും ആ ഒരവസ്ഥയുണ്ട്. പക്ഷെ ഈ കുശ്വഹയുടെ ഒരു പാർട്ടി ഉണ്ട് അവിടെ. ആ കുശ്വഹയുടെ പാർട്ടിയിലെ 4 MLA മാരാ കുശ്വഹയുടെ പാർട്ടിയിലുള്ളത്. ഒരെണ്ണം കുശ്വഹ രാജ്യസഭാംഗമാണ്. കുശ്വഹയുടെ ഭാര്യ സ്നേഹലതയാണ്. പിന്നെ അവർക്ക് പാർട്ടി വിടാൻ പറ്റില്ലല്ലോ, സ്വന്തം കുടുംബത്തിന്റെ പാർട്ടിയല്ലേ. ആ കുശ്വഹയുടെ പാർട്ടിയുടെ 3 പേര് BJPയിൽ ചേരും എന്നും കേൾക്കുന്നുണ്ട്. കാരണം കുശ്വഹയുടെ പരിപാടികളിലൊന്നും അവർ പങ്കെടുത്തിരുന്നില്ല സമീപകാലത്ത്. അതുപോലെ കോൺഗ്രസിന്റെ പരിപാടികളിലൊന്നും സംഘടനാ പരിപാടികളിലൊന്നും ഈ 6 MLA മാര് പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇത് 2 കൂട്ടരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ് MLA മാര് പാർട്ടി വിടുന്നു എന്നുള്ള കാര്യം. അപ്പൊ കാലുമാറ്റ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ, മൊത്തം MLA മാരും വിടുകയാണ്. അപ്പോ ഈ 243 അംഗ നിയമസഭയാണ്. ആ നിയമസഭയിലും അതിനുശേഷം കോൺഗ്രസ് അംഗങ്ങൾ ഉണ്ടാവില്ല. BJP ആണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ കക്ഷി. BJP ആണല്ലോ. അതെ. അപ്പോൾ ഉപേന്ദ്ര കുശ്വഹയുടെ പാർട്ടിയുടെ പേര് രാഷ്ട്രീയ ലോക് മോർച്ച എന്നാണ്, RLM. അതിൻ്റെ MLA മാര് വിട്ടുപോകുന്നു എന്നർത്ഥം. തെരഞ്ഞെടുപ്പിൽ NDAക്ക് 202 സീറ്റാണ് കിട്ടിയത്, ഭൂരിപക്ഷം. BJPക്ക് 89, JDUവിന് 85. അപ്പോൾ JDUവിലേക്ക് 6 കോൺഗ്രസ് MLA മാര് വരുമ്പോൾ അത് 91 ആവും. 3 കുശ്വയുടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ BJPക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. കുശ്വയുടെ 3 പേരും കൂടി വന്നാൽ BJP 92 ആവും. അപ്പോൾ JDUവിനേക്കാൾ ഒരു MLA കൂടുതലായിരിക്കും BJPക്ക്. ഏതാണ്ട് തുല്യമായിട്ട് നിൽക്കുന്നു എന്ന് പറയാം. പ്രതിപക്ഷത്ത് ആകെയുള്ളത് 35 പേര്. RJD 25, കോൺഗ്രസ് 61 സീറ്റിൽ മത്സരിച്ചിട്ട് 6 എണ്ണത്തിൽ മാത്രമാണ് ജയിച്ചത്. ദയനീയമായ ഇതായിരുന്നു, പെർഫോമൻസ് ആയിരുന്നു. കോൺഗ്രസിന്റെ ഈ JDUവിലേക്ക് വരാൻ പോകുന്ന MLA മാർ 6 പേര്. മനോഹർ പ്രസാദ് സിംഗ് മണിഹാരി ഇതിൽ നിന്ന് ജയിച്ചയാള്, സുരേന്ദ്ര പ്രസാദ് വാൽമീകി നഗറിൽ നിന്ന് ജയിച്ചയാള്, അഭിഷേക് രഞ്ജൻ ചൻപാത്തിയ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു, അബ്ദുറഹ്മാൻ അരാരിയയിൽ നിന്ന്, മുഹമ്മദ് കമറുൽ ഹോദ കിഷൻഗഞ്ചിൽ നിന്ന്, മനോജ് ബിസ്വാൻ ഫോബ്സ് നഗറിൽ നിന്ന്. ഇത്രയും പേരാണ്. അതിൻ്റെ അകത്ത് 2 മുസ്ലിങ്ങളും ഉണ്ട് MLA മാര് JDUവിലേക്ക് വരുന്നത്. അതാണ് BJPയിലേക്ക് അവർ വരാത്തതെന്ന് വേണം കരുതാൻ. MLA മാർക്ക് പൊതുവെ, കോൺഗ്രസ് MLA മാർക്ക് പൊതുവെ പാർട്ടിയിൽ തൃപ്തിയില്ല എന്നാണ് കേൾക്കുന്നത്. സംഘടനാ കാര്യങ്ങളൊക്കെ മര്യാദക്കല്ല നടക്കുന്നത്. അപ്പോൾ പരിപാടികളിലൊന്നും അവർ പങ്കെടുക്കുന്നില്ല. ഈയിടെ ഈ സദാകത്ത് ആശ്രമം, കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് നടന്ന ദഹി ചുര എന്ന് പറഞ്ഞ മേളയിൽ ഇവർ ഹാജരായിരുന്നില്ല. 2 കോൺഗ്രസ് MLA മാര് ജനുവരി 8-ാം തീയതിയിലെ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഈ സംസ്ഥാന ചീഫ് കോൺഗ്രസിൻ്റെ രാജേഷ് റാം വിളിച്ചു കൂട്ടിയ MGNREGA ബച്ചാവോ എന്ന് പറഞ്ഞ പരിപാടിയിൽ അവർ പങ്കെടുത്തിരുന്നില്ല. സുരേന്ദ്ര പ്രസാദ്, അഭിഷേക് മണ്ഡൽ ഇവർ 2 പേരുമാണ് പങ്കെടുക്കാതിരുന്നത്. രഞ്ജൻ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല. അപ്പോൾ 3 RLM MLA മാര് BJPയിലേക്ക് വരാൻ സാധ്യതയുള്ളവർ രാമേശ്വർ മഹതോ, മാധവ് ആനന്ദ്, അലോക് കുമാർ സിംഗ്. 4ാമത്തെ MLA സ്നേഹലിതയാണ്. പിന്നെ ഈ MLA അല്ലാത്ത ഒരാൾ കുശ്വയുടെ പാർട്ടിയുടെ അവിടെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി 6 മാസത്തിനകം നിൽക്കാവുന്നു, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടല്ലോ അവിടെ, അതിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അത് കുശ്വയുടെ മകൻ തന്നെയാണ്.
ഈ മണിപ്പാലില് എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന ആളാണ്. അയാളെയാണ് മന്ത്രിയാക്കിയിരിക്കുന്നത് കുശ്വാഹയുടെ പാർട്ടിയിൽ നിന്ന്. അപ്പൊ അതിലും കുശ്വാഹയുടെ MLA മാർക്ക് തൃപ്തി ഉണ്ടാവില്ലല്ലോ. മകനെ പിടിച്ച് MLA അല്ലാത്ത മകനെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു. പിന്നെ മറ്റേ 3 MLA മാര് എന്ത് നോക്കിയിരിക്കുകയാണ്? ഇവരിപ്പോ BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരിൽ ആർക്കെങ്കിലും മന്ത്രിയാകാം ഇല്ലേ? മറ്റേ കോൺഗ്രസിന്റെ അവർ JDU-യിൽ ചേർന്ന് അവർക്ക് ആർക്കെങ്കിലും മന്ത്രിയാകാം. ഇത്തരം ഓഫറെല്ലാം പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിതിൻ നബീൻ ഇപ്പൊ ബീഹാറിൽ നിന്ന്, അദ്ദേഹമാണല്ലോ BJP-യുടെ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പൊ നല്ല ഓപ്പറേഷൻ താമരയും ഓപ്പറേഷൻ ഇന്ത്യയും ഒക്കെ ജോറായിട്ട് ബീഹാറിൽ നടത്തുന്നു എന്ന് വേണം കരുതാൻ. രാജ്യസഭയിലേക്ക് വീണ്ടും ഏപ്രിലിൽ കുശ്വാഹ തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് അവിടെ നിന്ന്. അതിൻ്റെ സാധ്യതയും മങ്ങി. അപ്പോൾ കുശ്വാഹയുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും കഥ കഴിയുന്നു എന്നർത്ഥം. അപ്പോൾ ബീഹാറിൽ ഇപ്പം BJP വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അവർ നേരത്തെ ലക്ഷ്യം വെച്ചാണ് ബീഹാറിൽ ഒറ്റയ്ക്ക് BJP-യുടെ ഒരു വലിയ മുന്നേറ്റം, JDU-വിൻ്റെ ഒക്കെ ഒരു ആധിപത്യമായിട്ടുള്ള പ്രശ്നം. പക്ഷേ അവർ ഘട്ടം ഘട്ടമായിട്ട് ആ രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ MLA മാരെ കൂടി ഇവിടേക്ക് വരുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ട് നിൽക്കുക, BJP-യുടെ കൂടെ പോകുന്നതാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. അപ്പോൾ ഈ BJP തന്ത്രത്തെ ഇനി എപ്പോഴെങ്കിലും കോൺഗ്രസിന് തടയിടാൻ പറ്റുമോ? സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമേഷൻ എന്ന് പറയില്ല, കോൺഗ്രസ് ബീഹാർ കോൺഗ്രസ് മുക്തമാകുന്നു. മാത്രമല്ല ഈ നിതിൻ നബീൻ ഇപ്പോൾ BJP-യുടെ പ്രസിഡന്റ് ആയല്ലോ. അദ്ദേഹം ഇനി ബീഹാർ മാത്രമല്ല, അദ്ദേഹത്തിന് ബംഗാളും കൂടി അത്യാവശ്യം നോക്കേണ്ടി വരും. ബംഗാളിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അദ്ദേഹം ബംഗാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കായസ്ഥ സമുദായത്തിൽപ്പെട്ട ആളാണ് നിതിൻ നബീൻ. അതുകൊണ്ട് ബംഗാളിന്റെ കാര്യം കൂടി നോക്കും. ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസിന് ഇനി അവിടെ തിരിച്ചു വരാൻ പറ്റില്ല. 61 സീറ്റിൽ മത്സരിച്ചിട്ട് 6 കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമല്ലേ അവിടെ കോൺഗ്രസിന്റെ അവസ്ഥ? ആളുകൾക്കൊന്നും അറിയുന്ന പൊതുജനത്തിനൊന്നും പരിചയമുള്ള ആളുകളൊന്നും കോൺഗ്രസ്സില് നല്ല സ്റ്റേച്ചറുള്ള നേതാക്കളൊന്നും ഇല്ല ഇപ്പോൾ അവിടെ. രാഹുൽ ഗാന്ധി അവിടെ ഒരു മറ്റേ വോട്ട് ചോരി യാത്ര നടത്തിയിരുന്നില്ലേ? അത് മുഴുവൻ മറ്റേ ലാലുവിന്റെ മകൻ സംഘടിപ്പിച്ചു കൊടുത്ത യാത്രയായിരുന്നു അത് മുഴുവൻ. അത് എവിടെയും എത്തിയില്ല. അപ്പൊ കോൺഗ്രസ് മുക്ത ബീഹാറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഒരു MLA ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണത്. അപ്പോൾ ഈ തേജസ്വി യാദവിൻ്റെ ഒക്കെ ഒരു ഔദാര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാഹുൽ ഗാന്ധി വലിയ ബഹളമൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ബീഹാറിൽ അവരുടെ ഔദാര്യം തന്നെയായിരുന്നു. ഈ ഔദാര്യം കൂടി തന്നെ ഇനി തേജസ്വി യാദവ് വരുന്നതാണ്. ഇങ്ങനെയുള്ള ഇവരെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം? കാരണം ജയിച്ചു കഴിയുമ്പോൾ ഇവരുടെ നിലപാട് മാറുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ NDAക്ക് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന പിന്തുണ കുറഞ്ഞു വരുന്നു എന്നൊരർത്ഥം കൂടി ഇതിനകത്ത് വായിച്ചെടുത്തു. ക്ഷമിക്കണം, UPAക്ക് ഇപ്പോൾ അതായത് ഇന്ത്യ മുന്നണിക്ക് ഉള്ള ഒരു പിന്തുണ. അവിടെ ഈ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ കോൺഗ്രസ് മുന്നണി, പ്രതിപക്ഷ മുന്നണി, അത് തകരുകയാണെന്നാണല്ലോ അർത്ഥം. കോൺഗ്രസ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ലാലു പ്രസാദിന് അടുത്ത കേസും കൂട്ടമൊക്കെ ആയില്ലേ ആ പാർട്ടിയും. മാത്രമല്ല നന്നായിട്ട് അവിടെ നമ്മുടെ പാസ്വാന്റെ പാർട്ടി ചിരാഗ് പാസ്വാൻ വളരെ പെട്ടെന്ന് വളർന്നു വന്നു. കാരണം ഇന്ത്യയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മറ്റേ ഈ ലാലുവിന്റെ പാർട്ടിയേക്കാൾ തിളങ്ങുന്ന മട്ടിലാണ് ഇപ്പോ ചിരാഗ് പാസ്വാന്റെ പാർട്ടി നിൽക്കുന്നത്. ചിരാഗ് പാസ്വാന് കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മുതലെടുക്കാനും സാധിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വലിയ പേരോട്ടം ഉണ്ടാക്കാൻ. ലാലുവിന്റെ പാർട്ടിയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊട്ടാര കലാപമാണല്ലോ, കുടുംബത്തിൽ തർക്കമാണ്, ഈ സഹോദരന്മാര് തമ്മിൽ കണ്ടുകൂടാ, മകനും തമ്മിൽ. അതെ, കുടുംബത്തിൽ മുഴുവൻ, അതായത് കുടുംബ ഛിദ്രം ഭയങ്കരമായിട്ട് പാർട്ടിയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ലാലു കുടുംബം ഈ ഛിദ്രമായി പോയിട്ട് കുടുംബത്തിൽ പല ആളുകൾ പല പാർട്ടികളിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് ജനങ്ങളും ആ പാർട്ടി നന്നായി വരുന്നില്ല. കാരണം കിട്ടിയ സമയം കൊണ്ട് ഈ പറയുന്ന കാലിത്തീറ്റ കുംഭകോണം അല്ലെങ്കിൽ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ അഴിമതി, അവരുടെ കുടുംബങ്ങളും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് നിയമനം നൽകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ പാർട്ടി ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ല നിന്നെന്ന് ഇപ്പോൾ പുതിയ തലമുറയെങ്കിലും തിരിച്ചറിയുന്നു. ആ ഒരു തിരിച്ചറിവിനെ അതിജീവിക്കാൻ ഈ തേജസ്വി യാദവിനെ പോലെയുള്ള പുതുതലമുറ നേതാക്കൾക്ക് സാധിക്കില്ല. കാരണം ലാലു പ്രസാദ് യാദവിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കണം. ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനത്തില് സമ്പൂർണ്ണ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു ആ കാലത്ത്
ലാലു പ്രസാദ് യാദവ് MA പൊളിറ്റിക്സ് ആണ്, വിവരമില്ലാത്ത ആളൊന്നുമല്ല. അങ്ങനെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ അത്യാവശ്യം ഒരു സ്റ്റേച്ചറുള്ള ഒരാളായിട്ട് വളർന്നു വന്ന ഒരാളാണ് ലാലു പ്രസാദ് യാദവ്. ആ പശ്ചാത്തലമൊന്നും പിള്ളേർക്കില്ലല്ലോ. പിള്ളേർ മുഴുവൻ ഈ കോഴയും പിന്നെ വാ തുറന്ന അപ്പോഴത്വവും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലാണ്. ആ പാർട്ടിയെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ആളുകളൊന്നും ഇനി ആ കുടുംബത്തിൽ ഇല്ല. ഇവര് അടിച്ചു പഴയ യാദവകുലം അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ ശ്രീകൃഷ്ണന് ശേഷം യാദവകുലം ഈ കോരപ്പുല്ലുകൾ കൊണ്ട് യുദ്ധം ചെയ്താണല്ലോ അവര് മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ യാദവകുലവും നശിക്കുകയാണ്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.